അങ്ങനെ പറഞ്ഞ് ഇവിടെ അൽഫാം ചിക്കൻ തയ്യാറാവണം കേട്ടോ. ഒരുപാട് ദിവസമായിക്കണം കേട്ടോ അതിനെപ്പറ്റി ചർച്ച തുടങ്ങിയിട്ട്. പിന്നെ ഞാനും നോക്കിയില്ല. യെസ് പറഞ്ഞു. അവർ അതിനെല്ലാ സാധനങ്ങളും നമ്മളെ മുമ്പിൽ എത്തിച്ച് തരികട്ടോ ചെയ്തത്. അങ്ങനെ നമ്മളെ ചിക്കനും മൈക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ മുമ്പിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചെന്താ നിങ്ങൾക്ക് എന്താ ഒരുപാട് ദിവസമെങ്കിലും ഹോട്ടലിൽ നിന്ന് എന്താ കൊണ്ട് വന്നൂടെയെന്ന്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് അവിടുത്തെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, വീട്ടിലുണ്ടാക്കാൻ എല്ലാവരും കൂടി ചേർന്ന് അവരുടെ എല്ലാ ജോലികളും മാറ്റി വെച്ചിക്കാണ്ട് എല്ലാവരും വട്ടം വളഞ്ഞ് സർവറാന്ന് പറഞ്ഞ് ഇരുന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചേർന്ന് അതിനുള്ള എല്ലാ കൂട്ടും ഇവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി തന്നെ വെള്ളം വാർത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഞാൻ പറയണില്ല, എല്ലാവർക്കും ഇത് അറിയാമല്ലോ, അതുകൊണ്ടൊന്നും പറയണില്ല കേട്ടോ. മുമ്പ് ഞാനിത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിത് തയ്യാറാക്കാൻ സിമ്പിളായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ട് നന്നായി ഇരിക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ അൽഫാം നമുക്കായി വരുമ്പോൾ ആ ഹോട്ടലിൽ നിന്ന് കിട്ടേണ്ട അതേ രുചിയിൽ തന്നെ നമുക്കും വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ കൂട്ടും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനിൽ ഇത് നന്നായി ചേർത്ത് പിടിപ്പിക്കണം. അങ്ങനെ ചിക്കൻ്റെ എല്ലാ അരുവിലും മൂക്കിലും മൂലക്കും നമ്മൾ ഓരോ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിലൊക്കെ നമ്മൾ ഈ മസാല ചേർത്ത് നന്നായി ടച്ച് ചെയ്ത് നന്നായി തന്നെ പിടിപ്പിക്കണം. അങ്ങനെ 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് വെക്കും വേണം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിമ സെറ്റ് ആവാൻ വേണ്ടി മസാല. അപ്പോൾ തന്നെ നമ്മളെ നിസ്കാരവും നിലയും ഓത്തും കാര്യവും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇത് ചൂടാനുള്ള പരിപാടിക്ക് തയ്യാറാവുകയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് തീക്കൊക്കെ കൂട്ടുന്നുണ്ട്. നല്ല തീ എന്താണ് നമ്മളെ കരി ഉണ്ടല്ലോ, അതും ചിരട്ടിയൊക്കെ ഇട്ടുകാണ്ട് നന്നായി തന്നെ തീക്കണലിടുകയാണ് കേട്ടോ. അങ്ങനെ വട്ടത്തിലെല്ലാവരും വളഞ്ഞു കുത്തിർക്കുകയാണ്. ഈ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ മതി എന്ന് പറയുന്നത് കേട്ടോ, വീട്ടിലിരുന്ന് തയ്യാറാക്കുന്നത്. മറ്റേ നമുക്ക് കൈ കഴുകി ടേബിളുമ്മ വന്നിരുന്നാൽ മതി, പിന്നെ ഒന്നും നോക്കണ്ടല്ലോ ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ, അത് വേറല്ല. പക്ഷെ അതിൽ രസമല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി അതേ രുചിയിൽ തന്നെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കുമ്പോൾ കിട്ടേണ്ട ഒരു സുഖം അത് വേറെ തന്നെയല്ലേ. എല്ലാവരും തിന്നിക്കാണ്ട് ടേസ്റ്റും കാര്യമൊക്കെ പറഞ്ഞ് വരുമ്പോൾ, അപ്പോൾ അതേ ഹോട്ടലിൽ നിന്ന് കിട്ടേണ്ട അതേ രുചിയിൽ തന്നെ ആ സ്മെല്ല് എല്ലാം കൊണ്ട് നമുക്കിവിടെ അൽഫാം ചിക്കൻ തയ്യാറായി വന്നു കേട്ടോ. ആരും ഒന്നും പറഞ്ഞില്ല, ഒക്കെ അടിപൊളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അൽഫാം തയ്യാറാക്കാം.